ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സെയിൽഫോഴ്സ് മലയാളം. അപ്പോൾ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ചെറിയ ബ്രേക്കല്ല, അത്യാവശ്യം ഒരു വലിയ ബ്രേക്കായിരുന്നു. ശരിക്കും കുറച്ച് പേഴ്സണൽ, കുറച്ച് പ്രൊഫഷണൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയിപ്പോയത്. ഇനി ഗോയിങ് ഫോർവേഡ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ മാസം, അതായത് 15-ാം തീയതി മുതൽ നമ്മൾ പുതിയൊരു ഡെവലപ്മെൻറ്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സെയിൽഫോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, എക്സ്പെഷ്യലി സെയിൽഫോഴ്സ് ഡെവലപ്മെൻറ്റ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതേപോലെ തന്നെ സെയിൽഫോഴ്സ് അഡ്മിനിസ്ട്രേഷൻ അറിയണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഈ ഒരു കോംപ്രിഹെൻസീവ് ലേണിംഗ് കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു ഫ്രഷറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ്. കൂടുതൽ ഡീറ്റെയിൽസിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു സെയിൽഫോഴ്സ് മലയാളം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കളക്ഷൻ വേരിയബിൾസിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു വേരിയബിൾ എന്താണെന്ന് നമുക്കറിയാം. ഒരു സിംഗിൾ വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടെയ്നറിൻ്റെ പേരാണ് വേരിയബിൾസ്. ഫോർ എക്സാമ്പിൾ x=10 എന്ന് പറഞ്ഞാൽ 10 എന്ന് പറയുന്നതായിരിക്കും എക്സിൻ്റെ വാല്യൂ. ഓക്കെ, ഇനി ഞാൻ x=20 എന്ന് കൊടുത്താലോ, 10 എന്ന് പറയുന്നതിനെ റീപ്ലേസ് ചെയ്തിട്ട് 20 എന്ന് പറയുന്ന വാല്യൂ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സമയത്ത് ഒരു വേരിയബിളിനകത്ത് നമുക്ക് ഈ സിംഗിൾ വാല്യൂ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി എന്താണ് കളക്ഷൻ എന്ന് ചോദിച്ചാൽ, ഒരേ സമയം നമുക്ക് ഒരേ വേരിയബിളിനകത്തുനിന്ന് മൾട്ടിപ്പിൾ വാല്യൂസ് ആഡ് ചെയ്യാൻ പറ്റണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ x=5 എന്നും അതേസമയം x=10 എന്ന് പറയുന്ന ഈ രണ്ട് വാല്യൂസും എനിക്ക് എക്സിൽ തന്നെ സ്റ്റോർ ചെയ്യണം. ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ കളക്ഷൻ വേരിയബിൾസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കളക്ഷൻ വേരിയബിൾ എന്ന് മനസ്സിലായി. ഇനി ഏതൊക്കെ തരത്തിലുള്ള കളക്ഷൻ വേരിയബിൾസ് അപ്പെക്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. മെയിൻലി 3 തരം കളക്ഷൻ വേരിയബിൾസാണ് അപ്പെക്സ് സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് ലിസ്റ്റ്, മറ്റൊന്ന് സെറ്റ്, മറ്റൊന്ന് മാപ്പ്. അപ്പോൾ നമുക്കാദ്യം എന്താണ് ലിസ്റ്റ് എന്ന് നോക്കാം. ഓക്കെ, ലിസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഒരു കളക്ഷൻ ഡേറ്റ ടൈപ്പാണ്. അതായത് നമുക്കൊരു സമയത്ത് ആ ലിസ്റ്റിനകത്ത് ഒന്നിലധികം ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ലിസ്റ്റ് ഒരു ഓർഡേർഡ് കളക്ഷൻ ആയിരിക്കും. അതായത് നമ്മളൊരു ലിസ്റ്റിനകത്ത് എങ്ങനെയാണോ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നത് അതിൻ്റെ സെയിം ഓർഡറിൽ തന്നെ ആയിരിക്കും അത് സ്റ്റോർ ചെയ്യുന്നത്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലിസ്റ്റ് ആർ ഡൈനാമിക്സ് ഇൻ സൈസ്. എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈസ് എത്ര ആയിരിക്കും നമ്മൾ മെൻഷൻ ചെയ്യാറില്ല. നമ്മൾ കൊടുക്കുന്ന എലമെൻറ്റിൻ്റെ എണ്ണം അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ലിസ്റ്റ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ലിസ്റ്റിൻ്റെ സിൻറ്റാക്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ലിസ്റ്റ് എന്ന് മെൻഷൻ ചെയ്യണം. എന്നിട്ട് ഈ ബ്രാക്കറ്റിനകത്ത് ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സ്ട്രിങ് ആണ് വേണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്ട്രിങ് എന്ന് മെൻഷൻ ചെയ്യാം. ഇനി ഇൻറ്റീജർ വാല്യൂ ആണ് നിങ്ങൾക്ക് ആ ലിസ്റ്റിൽ സ്റ്റോർ ചെയ്യേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റീജർ എന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പം ഏത് ഡേറ്റ ടൈപ്പിലുള്ള ലിസ്റ്റാണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ ടൈപ്പ് ഇവിടെ മെൻഷൻ ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ന്യൂ എന്ന് പറയുന്നൊരു കീവേഡ് ആഡ് ചെയ്യാൻ പറ്റും. എന്താണ് ന്യൂ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, നമ്മളിതിൻ്റെ ഡേറ്റാബേസിനോട് പറയുന്നത് നമ്മളൊരു സെറ്റ് ഓഫ് ന്യൂ വാല്യൂസാണ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഫുൾ സിൻറ്റാക്സ് ന്യൂ സ്പേസ് ലിസ്റ്റ് ഓഫ് ഇതിനകത്ത് ഏത് ഡേറ്റ ടൈപ്പാണോ അത് മെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ ലിസ്റ്റിനകത്ത് നമ്മൾ ഇനിഷ്യലി പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ നമുക്കിൻ്റെ എൻഡിൽ ഒരു ഓഫ് ഇട്ട് ഡിനോട്ട് ചെയ്യാം. ഇത്രയും ചെയ്താൽ തന്നെ ബേസിക്കലി നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മളിപ്പം ഡീബഗ് ഓൺലിയിൽ പോയി നമ്മുടെ ഡീബഗ് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിനകത്ത് വാല്യൂസ് ഒന്നുമില്ല. കാരണം നമ്മൾ ഈ ഒരു ലിസ്റ്റിനകത്ത് വാല്യൂസ് ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ഇനി ഇതിനകത്ത് വാല്യൂ ഇടണമെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ലിസ്റ്റിനെ ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. ഞാനിവിടെ മൈ ലിസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി അപ്പെക്സിനൊരു പ്രത്യേകതയുണ്ട്. അപ്പെക്സ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ്ലി ടൈപ്ഡ് ലാംഗ്വേജ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണെന്നും കൂടി ഞാൻ മെൻഷൻ ചെയ്യണം. സോ ഇവിടെ ഞാൻ പറഞ്ഞു മൈ ലിസ്റ്റ് എന്ന് പറയുന്നൊരു വേരിയബിൾ ഞാൻ എന്ത് ചെയ്തു, ഈ എൻറ്റയർ ലിസ്റ്റിനെ അസൈൻ ചെയ്തു. ഈ എൻറ്റയർ ലിസ്റ്റിൻ്റെ വാല്യൂവിനെ ഞാൻ ആ മൈ ലിസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൈ ലിസ്റ്റ് എന്താണെന്ന് ഞാൻ മെൻഷൻ ചെയ്യണം. ഞാനിവിടെ പറയുന്നു ഇതൊരു ലിസ്റ്റ് ഓഫ് സ്ട്രിങ് ആണെന്ന്, അല്ലേ? അതായത് മൈ ലിസ്റ്റ് എന്ന് പറയുന്നൊരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിനകത്ത് ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേരിയബിൾസ് അഥവാ വാല്യൂസ് എല്ലാം തന്നെ സ്ട്രിങ് വാല്യൂസ് ആയിരിക്കും. നമുക്കിനി ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് എക്സിക്യൂട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തു. എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. സോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ മൈ ലിസ്റ്റ് എന്ന് പറയുന്ന വാല്യൂവിനെ നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്യാം. സോ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് system.debug എന്ന് പറയുന്ന പ്രിൻറ്റ് ഓപ്ഷൻ. ഓക്കെ, ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്.
സോ അതുകൊണ്ട് നമുക്ക് മൈ ലിസ്റ്റിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. ഞാനിവിടെ മൈ ലിസ്റ്റ് എന്ന് ഒരു സ്ട്രിങ് ചുമ്മാ ആഡ് ചെയ്തു ഈക്വൽ ടു പ്ലസ് ഇനി എന്താണ് എനിക്ക് എന്ത് വാല്യൂ ആണോ എനിക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത്, ഇവിടേക്ക് മൈ ലിസ്റ്റാണ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത്. ഞാനതുകൊണ്ട് മൈ ലിസ്റ്റ് എന്ന് എഴുതുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഡീബഗ് ലോഗിൽ കയറി നോക്കാം. കണ്ടോ, മൈ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ആയി, പക്ഷേ അത് എംപ്റ്റി ലിസ്റ്റാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലിസ്റ്റിനകത്തോട്ട് നമുക്ക് കുറച്ച് വാല്യൂസ് ആഡ് ചെയ്യാം. സോ അതിന് രണ്ട് മെത്തേഡുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ എന്താണോ നമ്മുടെ ലിസ്റ്റിൻ്റെ പേര് അതിനെ നമുക്ക് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടിടാം. അതിൻ്റെ കൂടെ നമുക്ക് ഡോട്ട് ആഡ് ഓഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഈ ആഡിനകത്ത് എന്ത് സ്ട്രിങ് ആഡ് ചെയ്യുന്നോ അത് ഈ ലിസ്റ്റിനകത്തേക്ക് ആഡ് ആവും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ആപ്പിളിൽ നിന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിസ്റ്റിനകത്തേക്ക് ആപ്പിൾ എന്ന് പറയുന്ന വാല്യൂ ആഡ് ആവും. നമുക്കിനി ഈ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ആഡ് ഫംഗ്ഷന് ശേഷം കൊണ്ട് സേവ് ചെയ്യാം. ഇപ്പോൾ നോക്കിക്കേ, നമുക്ക് ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, അതിനുശേഷം നമ്മൾ ആ ലിസ്റ്റിനകത്തേക്ക് ഒരു വാല്യൂ ആഡ് ചെയ്തു, അതിന് ശേഷമാണ് നമ്മളിത് പ്രിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് ഡീബഗ് ലോഗിനകത്തോട്ട് പോയി നോക്കുമ്പം കണ്ടില്ലേ, നമുക്കിവിടെ മൈ ലിസ്റ്റ് ഈക്വൽ ടു ആപ്പിൾ എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഒരു കുറച്ചും കൂടെ 1-2 എലമെൻറ്റ്സ് കൂടുതൽ ആഡ് ചെയ്ത് നോക്കാം. ഞാൻ ആപ്പിൾ അത് കോപ്പി ചെയ്തു, അതിനകത്ത് വീണ്ടും ഞാൻ ഓറഞ്ച് എന്ന് ടൈപ്പ് ചെയ്തു. സോ ആപ്പിളും ഓറഞ്ചും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു വേരിയബിൾ കൂടെ ആഡ് ചെയ്യാം, ഒരു എലമെൻറ്റ് കൂടെ ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഞാനിവിടെ ബനാന എന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ബനാന ആഡ് ചെയ്തു. സോ ഇപ്പോൾ നോക്കിയാൽ 3 വേരിയബിൾസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ വേരിയബിൾസ് ഞാൻ പറയുന്നത് 3 എലമെൻറ്റ്സ്. അപ്പോൾ ആപ്പിൾ, ബനാന ആൻഡ് ഓറഞ്ച്. നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഡീബഗ് ലോഗ് നമുക്ക് ഓൾറെഡി ഉള്ള പഴയതാണ്. സോ ഓക്കെ ഫൈൻ. ഇപ്പം നമ്മളിതൊന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീബഗ് ലോഗിൽ നമുക്കിപ്പം കണ്ടോ നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂസ് അപ്പിയർ ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഡീബഗ് ലോഗിലോട്ട് പോയി കണ്ടോ, ആപ്പിൾ, ഓറഞ്ച്, ബനാന ഈ 3 എലമെൻറ്റ്സ് ആയിരുന്നു നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതേ വാല്യൂസ് നമുക്കിപ്പം ഡീബഗിൽ നമുക്ക് പ്രിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലിസ്റ്റിലേക്ക് പുതിയൊരു എലമെൻറ്റ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതല്ലാണ്ട് മറ്റൊരു മെത്തേഡ് നമുക്കുണ്ട്. അതായത് ഇവിടെ ഈ കാണുന്ന ഈ ഒരു ഓഫ് ബട്ടന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 2 ബ്രേസസ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ബ്രേസസിനകത്ത് നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ നമ്മുടെ എലമെൻറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ആപ്പിൾ ആൻഡ് ഓറഞ്ച് ആൻഡ് ദെൻ ബനാന. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ സെയിം വാല്യൂ തന്നെയാണ്, ഞാൻ വീണ്ടും ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ കണ്ടല്ലോ ഇത് എക്സിക്യൂട്ടഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഡീബഗ് ലോഗിൽ പോയി കഴിയുമ്പോൾ നമുക്ക് കണ്ടോ നമ്മുടെ വാല്യൂസ് ഇവിടെ ഡിസ്പ്ലേ ആവുന്നുണ്ട്. സെയിം വാല്യൂ തന്നെയാണ്. ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് വലുതാക്കാം കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇത് 2 മെത്തേഡ് ഒരുമിച്ച് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ നമുക്കിങ്ങനെ ബ്രേസേഴ്സിനകത്ത് നമുക്ക് വാല്യൂ ഇടാം, അതല്ലെങ്കിൽ നമ്മുടെ ലിസ്റ്റിൻ്റെ പേരെന്താണോ അതേ ഡോട്ട് ആഡ് എന്ന് എഴുതിയിട്ട് നമുക്ക് നേരത്തെ ചെയ്തേക്കുന്ന പോലെ പുതിയൊരു എലമെൻറ്റ് ആഡ് ചെയ്യാം, ലൈക്ക് ക്രീപ്സ്. ഇപ്പം ഞാൻ ഈ ഒരു വാല്യൂ വീണ്ടും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന അതേ ലിസ്റ്റിൻ്റെ കൂടെ കണ്ടില്ലേ ലാസ്റ്റ് നമുക്ക് ഗ്രേപ്പ് എന്ന് പറയുന്ന എലമെൻറ്റ് കൂടെ ആഡ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നോക്കിക്കേ, നമുക്ക് ഒരു 1, 2, 3, 4 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് എനിക്ക് ഏതെങ്കിലും ഒരു എലമെൻറ്റ് വേണം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ഫെച്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എനിക്ക് ഫസ്റ്റ് എലമെൻറ്റാണ് വേണ്ടതെങ്കിൽ എനിക്ക് മൈ ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റിൻ്റെ ഒരു ഇൻഡെക്സ് വാല്യൂ, അതായത് 0 ആയിരിക്കും ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ലിസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഒരു ലിസ്റ്റിനകത്ത് എപ്പോഴും ഒരു ഇൻഡെക്സിങ് ഉണ്ടാവും. ഫസ്റ്റ് വാല്യൂ എപ്പോഴും 0 ആയിരിക്കും ഇൻഡെക്സ്. അതായത് 0 എന്ന് പറയുന്ന ഇതിനെ ഞാനിപ്പോൾ എക്സിക്യൂട്ട് ചെയ്താൽ എനിക്ക് അവിടെ ആപ്പിൾ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വാല്യൂ 0, സെക്കൻഡ് വാല്യൂ 1, തേർഡ് വാല്യൂ 2, അങ്ങനെ അത് പൊക്കോണ്ടേയിരിക്കും. നമ്മുടെ ലിസ്റ്റ് കൂടുന്നതനുസരിച്ചിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലിസ്റ്റിൻ്റെ സൈസ് വലുതായിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് ഇവിടെ ഇപ്പോൾ ആപ്പിൾ എന്ന് കിട്ടി. ഇനി എനിക്ക് സെക്കൻഡ് വാല്യൂ കിട്ടണമെങ്കിലോ എനിക്ക് ഈ ഫസ്റ്റ് നമുക്ക് മാറ്റി സെക്കൻഡ് എന്ന് കൊടുക്കാം. എന്നിട്ട് ഈ ലിസ്റ്റ് ഓഫ് 0യ്ക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഇൻഡെക്സ് 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് സെക്കൻഡ് വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. സോ ലെറ്റ് മീ ക്ലിക്ക് ഓൺ ദിസ് ഡീബഗ് ഓൺലി. കണ്ടില്ലേ, നമുക്കിപ്പം ഓറഞ്ച് എന്ന് വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വാല്യൂവിനെ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിലോ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ തൽക്കാലത്തേക്ക് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നൊരു വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിനകത്തേക്ക് എന്ത് വേണം, എനിക്ക് ഫസ്റ്റ് ഐറ്റം ആപ്പിൾ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഇവിടെ കിട്ടണം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തേക്ക് ഈ മൈ ലിസ്റ്റ് എന്നെടുക്കാം, എന്നിട്ട് അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ ആഡ് ചെയ്യാം, ഇവിടെ 0. സോ എന്ത് ചെയ്യും, ആപ്പിൾ എന്ന് പറയുന്ന വാല്യൂ ഇപ്പം ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു സ്ട്രിങ് വാല്യൂ ആണ് അല്ലേ, അത് ഞാൻ മെൻഷൻ ചെയ്യണം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പെക്സ് എന്ന് പറയുന്ന ഒരു ക്ലോസ്ലി ടൈപ്പ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വേരിയബിൾ ആഡ് ചെയ്യുമ്പോൾ അത് എന്ത് തരം വേരിയബിൾ ആണെന്ന് കൂടെ ഞാൻ പറയണം. അതുകൊണ്ട് എൻ്റെ ഡേറ്റ ടൈപ്പ് ഞാൻ സ്ട്രിങ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, നമുക്കിനി ഇതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് സിസ്റ്റം ഡോട്ട് ഡീബഗിനകത്ത് ഇതിൻ്റെ വാല്യൂ എടുക്കാം, സിസ്റ്റം ഡോട്ട് ഡീബഗ് ഓഫ്
നമുക്ക് വേണ്ടത് ഇപ്പം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഈ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിൻ്റെ വാല്യൂ ആണ്. ഞാനത് ഫസ്റ്റ് ഐറ്റം എന്ന് എഴുതി. സോ ഇതൊരു പ്രിൻറ്റ് വാല്യൂ ആയിട്ട് വരും ഈക്വൽ ടു. സോ അതിൻ്റെ കൂടെ എന്താണോ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്ന വേരിയബിളിനകത്തുള്ളത് അതുകൂടെ പ്രിൻറ്റ് ചെയ്ത് വരും. കുത്തുമ്പോൾ ഇടാം. ദാറ്റ്സ് ഇറ്റ്. നമുക്കിനി ഇതിന് ശേഷം ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ഈ ഒരു എന്താ പറയുന്നത് ഡീബഗ് വേണ്ട, നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്കിതിനെ ഒന്ന് ഡീബഗ് ചെയ്ത് നോക്കുമ്പോൾ കണ്ടില്ലേ, നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ഐറ്റമായ ആപ്പിൾ മാത്രമായിരുന്നു. ഓക്കെ, ഇനി ഇതുകൂടാതെ മറ്റൊരു മെത്തേഡിൽ നമുക്ക് ഈ ഒരു എന്താ പറയുന്നത് വാല്യൂവിനെ ഗെറ്റ് ചെയ്യാൻ പറ്റും. അതായത് അതൊരു ഫംഗ്ഷനാണ്. നമ്മുടെ എന്താണ് നമ്മുടെ ലിസ്റ്റ് അതേ ഡോട്ട് അതിനകത്ത് ഗെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അതിനകത്ത് നമുക്ക് ഏതാണോ നമ്മുടെ ഇൻഡെക്സ് അത് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഗെറ്റ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള വാല്യൂ എന്താണോ അതിനെ ഗെറ്റ് ചെയ്യും. നമുക്ക് സെയിം ആപ്പിൾ എന്ന് പറയുന്ന വാല്യൂ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് വാല്യൂ വേണമെങ്കിലോ ഫസ്റ്റ് മാറ്റി നമുക്ക് ലാസ്റ്റ് വാല്യൂ ഒന്ന് ആഡ് ചെയ്യാം. സോ ലാസ്റ്റ് വാല്യൂ കിട്ടണമെങ്കിൽ എൻ്റെ ഇൻഡെക്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്താൽ മതി. ഗെറ്റ് ഓഫ് 0 എന്ന് പറയുന്ന മാതിരി 2 കിട്ടും. സോ 0 1 2. അപ്പം മൂന്നാമത് കിടക്കുന്ന വാല്യൂ എന്താണോ അതിവിടെ പ്രിൻറ്റ് ചെയ്ത് വരും. ദാറ്റ്സ് ഇറ്റ്. സോ എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോൾ എനിക്ക് ബനാന ആൻസർ കിട്ടും. ലെറ്റ് സീ ദിസ് ഡീബഗ്. കടോ ബനാന എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി ഒരു പുതിയ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ലിസ്റ്റ് ഓഫ് സ്ട്രിങ്. ഓക്കെ, ഇപ്പോൾ സ്ട്രിങ് ഡേറ്റ ടൈപ്പിലുള്ള ഒരു ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന് നമുക്കൊരു പേര് കൊടുക്കാം. ലൈക്ക് മൈ ലിസ്റ്റ്. ഓക്കെ, മൈ ലിസ്റ്റ് 2 എന്ന് കൊടുക്കാം. അപ്പോൾ ഇതൊരു പുതിയൊരു ലിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ന്യൂ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്ത് വേണം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. സോ ന്യൂ ലിസ്റ്റ് ഓഫ് നമ്മുടെ ഡേറ്റ ടൈപ്പ് സ്ട്രിങ് ഓഫ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് വാല്യൂസ് ആഡ് ചെയ്യാം. സോ ഞാൻ ഇതിനകത്ത് 2-3 കളേഴ്സ് ആഡ് ചെയ്യാം. റെഡ്, അതുപോലെ ഗ്രീൻ. നെക്സ്റ്റ് നമുക്ക് വേറൊരു കളർ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ യെല്ലോ ആഡ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഈ 3 കളർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഈ ഒരു ലിസ്റ്റിനെ നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. സിസ്റ്റം ഡോട്ട് ഡീബഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു കറൻ്റ്ലി ഉള്ള നമ്മുടെ മൈ ലിസ്റ്റ് 2 എന്ന് പറയുന്ന ഈ ലിസ്റ്റിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ തൽക്കാലം ഇതിനെ നമുക്ക് കമൻറ്റ് ചെയ്യാം. സോ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നമ്മുടെ ലിസ്റ്റിനകത്ത് എന്തുണ്ടോ അത് അതേപോലെ തന്നെ എഴുതി കാണിക്കും. സോ നമുക്ക് ഗ്രീൻ, റെഡ്, ഗ്രീൻ ആൻഡ് യെല്ലോ എന്ന് പറയുന്ന വാല്യൂ കിട്ടി. ഇനി നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ നോക്കാം. ഇവിടെ ഞാൻ മൈ ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റ് എടുത്തു. ഇതിനകത്ത് ഓഡ് ഓൾ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഓഡ് ഓൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഞാൻ മൈ ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റിനകത്തേക്ക് ഓഡ് ഓൾ ഓഫ് ഞാൻ സെക്കൻഡ് ലിസ്റ്റായ മൈ ലിസ്റ്റ് 2 ആഡ് ചെയ്തു എന്ന് പറയുമ്പം മൈ ലിസ്റ്റ് 1-നകത്ത് മൈ ലിസ്റ്റ് 2-ൻ്റെ വാല്യൂയും കൂടെ ആഡ് ആവും. സോ ഇപ്പോൾ ഞാനിതിന് പ്രിൻറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ സിസ്റ്റം ഡീബഗിനകത്ത് ഞാനിപ്പോൾ മൈ ലിസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ മൈ ലിസ്റ്റ് എന്ന് കൊടുത്തു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത് ഇപ്പം ഇതിന് മുമ്പൊരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അത് ഞാൻ കമൻറ്റ് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഡീബഗ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ലെറ്റ്സ് സി ഇതിനകത്ത് നമുക്ക് ആദ്യം കൊടുത്തിരുന്ന ഫ്രൂട്ട്സിൻ്റെ പേരും അതുപോലെ തന്നെ രണ്ടാമത് കൊടുത്ത കളേഴ്സിൻ്റെ പേരും ഒരുമിച്ച് കാണാൻ പറ്റും. ഇതാണ് നമുക്ക് ആഡ് ഓൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തായിട്ട് ലിസ്റ്റിനകത്ത് എങ്ങനെയാണ് ഒരു വാല്യൂ റിമൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ അത് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ദാറ്റ്സ് കോൾഡ് റിമൂവ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ മൈ ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റിനെ എടുക്കുന്നു. എന്നിട്ട് അതിനകത്തോട്ട് മൈ ലിസ്റ്റ് ഡോട്ട് റിമൂവ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ മൈ ലിസ്റ്റിൽ ഡോട്ട് റിമൂവ് ഓഫ് എന്ന് പറയുമ്പോഴേക്കും ഈ റിമൂവ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ഞാൻ ഏത് ഇൻഡെക്സ് വാല്യൂവിലുള്ള വാല്യൂ ആണോ ഏത് ഇൻഡെക്സിലുള്ള വാല്യൂ ആണോ റിമൂവ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയണം. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ മൈ ലിസ്റ്റ് ഓഫ് റിമൂവ് ഓഫ് 1 എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫസ്റ്റ് വാല്യൂ അതായത് 1 പൊസിഷൻ വെച്ചാൽ ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ചിനകത്തുള്ള വാല്യൂ റിമൂവ് ആയി പോകും. നമുക്കിനി ഇവിടെ ഈ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ആഡ് ചെയ്യാം. സോ സിസ്റ്റം ഡോട്ട് ഡീബഗ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് എന്താണോ എൻ്റെ മൈ ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്കിനി ഇപ്പോൾ ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്ത് എററുണ്ട്? ഓക്കെ, ഫൈൻ. ഓക്കെ, ഇതിന് മുമ്പുള്ള റിമൂവ് ഓഫ് കുത്തും കോമ ഇടാൻ പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഡീബഗ് എടുത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, നമ്മൾ ആദ്യമേ കൊടുത്തിരിക്കുന്ന വാല്യൂ, അതായത് നമ്മുടെ ഫസ്റ്റ് ഓറഞ്ച് എന്ന് പറയുന്ന വാല്യൂ ഇവിടുന്ന് റിമൂവ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു ലിസ്റ്റിൻ്റെ സൈസ് എങ്ങനെ ഗെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ സൈസാണ് ഗെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നൊരു ഫംഗ്ഷനാണ് സൈസ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇപ്പോൾ ഇത് കണ്ടില്ല, ഇതേ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും എഴുതി ഇതിനകത്ത് മൈ ലിസ്റ്റ് ഡോട്ട് സൈസ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഈ മൈ ലിസ്റ്റിൻ്റെ സൈസ് എത്ര എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഞാനിവിടെ എക്സിക്യൂട്ട് ചെയ്തു. സോ ഡീബഗ് എടുക്കാം, ഡീബഗ് ഓൺലി. സോ കണ്ടില്ലേ, നമുക്ക് കിട്ടിയിരിക്കുന്നത് 6 എന്ന് പറയുന്ന ഇൻഡെക്സ് ആണ്. ദാറ്റ് ഈസ് നമുക്ക് ടോട്ടലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്ര ഉണ്ട്,
1 2 3 4 5 ആൻഡ് 6. ഇനി ഒരു ലിസ്റ്റിനകത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ ലിസ്റ്റിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ മെൻഷൻ ചെയ്യുക. ഡോട്ട് കണ്ടെയ്ൻസ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡോട്ട് കണ്ടെയ്ൻസ് ഓഫ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏത് വാല്യൂ ഉണ്ട് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ആ വാല്യൂ ഇവിടെ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ആപ്പിൾ എന്ന് പറയുന്ന വാല്യൂ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇനി ഇതിനെ നമുക്ക് വേറൊരു ബൂളിയൻ വാല്യൂയിലിട്ട് സ്റ്റോർ ചെയ്യാം. തൽക്കാലം ഞാൻ ഏതെങ്കിലും ഒരു വേരിയബിൾ എടുക്കുന്നു, ദാറ്റ് ഈസ് ചെക്ക് എന്ന് പറയുന്ന ഒരു വാല്യൂ എടുക്കുന്നു, ഡേറ്റ ടൈപ്പ് ബൂളിയൻ എന്ന് ഡിക്ലെയർ ചെയ്യുന്നു. സോ ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തൊരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആഡ് ചെയ്തിട്ട് ഈ ബൂളിയൻ വാല്യൂ ആയ ചെക്ക് എന്ന് പറയുന്ന വേരിയബിളിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അതായത് ആപ്പിൾ എന്ന് പറയുന്ന വാല്യൂ ഈ ഒരു എന്താ പറയുക മൈ ലിസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ലിസ്റ്റിനകത്തുണ്ടെങ്കിൽ അത് ട്രൂ എന്നും ഇല്ലെങ്കിൽ ഫോൾസ് എന്നും ഡിസ്പ്ലേ ചെയ്യും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ട്രൂ എന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം അങ്ങനൊരു എലമെൻറ്റ് നമ്മുടെ ലിസ്റ്റിനകത്തുണ്ട്. ഇനി അതേസമയം ഞാൻ ആപ്പിളിന് പകരം ഓറഞ്ച് എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കറിയാം ഓറഞ്ച് നമ്മൾ ഓൾറെഡി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓറഞ്ച് എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുത്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കിപ്പം ഫോൾസ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. നമുക്കൊന്ന് ഡീബഗ് ചെയ്ത് നോക്കാം. കണ്ട ഫോൾസ് എന്ന് പറയുന്ന വാല്യൂ കിട്ടി. ഓക്കെ, ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ലിസ്റ്റ് ഒന്ന് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഞാൻ സിസ്റ്റം ഡീബഗിനകത്ത് നമ്മുടെ ലിസ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം നമുക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ലിസ്റ്റ് നമുക്ക് കിട്ടും ഇവിടെ. ആൻഡ് ഇവിടെ ജനറലി ഇതിനകത്തുള്ള എലമെൻറ്റ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യം ഏത് എലമെൻറ്റാണോ ആഡ് ചെയ്തത് അത് ഫസ്റ്റും പിന്നീട് അറേഞ്ച് ചെയ്തത് സെക്കൻഡും അങ്ങനെയാണ്. ഇനി നമുക്കിതിനെ സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ സോർട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് ആ ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഞാൻ ലിസ്റ്റിൻ്റെ പേര് ഇവിടെ എടുക്കുന്നു, ഡോട്ട് സോർട്ട് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇപ്പം ഞാനിതിനെ വീണ്ടും പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം ഡോട്ട് ഡീബഗ് ഓഫ്. ഇനി ഇതിനകത്ത് ലിസ്റ്റിൻ്റെ വാല്യൂ ഞാൻ പ്രിൻറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ നമ്മൾ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് അതിൻ്റെ സോർട്ടഡ് ഫോമിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ഞാനിത് ഡിലീറ്റ് ചെയ്തു. പകരം നമുക്ക് കുറച്ച് നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനൊരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് എടുക്കാൻ പോവാണ്. സോ ലിസ്റ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, ഇനി ഒരു ലിസ്റ്റിൻ്റെ പേര് കൊടുത്തു, മൈ നമ്പർ എന്ന് പറയുന്ന ലിസ്റ്റ് കൊടുത്തു. ഓക്കെ, ഈക്വൽ ടു ന്യൂ എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തു, പുതിയൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്നാണ് ലിസ്റ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വാല്യൂസ് ആഡ് ചെയ്യണം. ഒന്നെങ്കിൽ നമുക്ക് ഈ ലിസ്റ്റിൻ്റെ പേര് ഇവിടെ ഇട്ടിട്ട് അതേ ഡോട്ട് എന്നും പറഞ്ഞിട്ട് ഡോട്ട് ആഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്പൺ ബ്രാക്കറ്റ് മാറ്റിയിട്ട് അവിടെ നമുക്ക് ബ്രേസസ് ആഡ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് കുറച്ച് നമ്പേഴ്സ് ആഡ് ചെയ്യാം. 1 6 45 67 ആൻഡ് 634 അങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഞാനിങ്ങനെ റാൻഡംലി ആഡ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മൈ നം എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിനെ നമുക്ക് സോർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ സിസ്റ്റം ഡോട്ട് ഡീബഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തു, അത് ഓപ്പൺ ചെയ്തു. അതിനകത്ത് എന്താണ് എൻ്റെ വേരിയബിൾ അതിനെ ജസ്റ്റ് ഞാൻ ഫസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. സോ ദാറ്റ് അതിനകത്ത് എന്താണോ എനിക്ക് കൊടുത്തേക്കുന്നത് ആ നമ്പർ അതേപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അറിയാം നമുക്കത് കറക്റ്റ് ആയിട്ടുള്ള ഏത് മെത്തേഡിലാണോ നമ്മൾ കൊടുത്തേക്കുന്നത് സെയിം സീക്വൻസിൽ തന്നെയാണ് അത് കാണിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ നമുക്ക് സോർട്ട് ചെയ്യാൻ പോവാണ്. സോ ഞാൻ ആ വേരിയബിളിൻ്റെ നമ്മുടെ ലിസ്റ്റിൻ്റെ പേര് ഡോട്ട് സോർട്ട് ഓഫ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഞാൻ വീണ്ടും ഈ ഒരു സിസ്റ്റം ഡോട്ട് ഡീബഗ് എന്ന് പറയുന്ന ഫംഗ്ഷനെ എടുത്തിട്ട് ഞാൻ വീണ്ടും എഴുതിയിട്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ രണ്ട് പ്രിൻറ്റ് ഫംഗ്ഷൻ വരും. അവിടെ ഫസ്റ്റ് കൊടുത്തേക്കുന്നത് നമ്മൾ നോർമൽ ഫംഗ്ഷൻ ആണെങ്കിൽ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തെടുത്തേക്കുന്ന സോർട്ടഡ് വാല്യൂസാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ലിസ്റ്റ് ക്ലിയർ ചെയ്യുന്ന എങ്ങനെ നോക്കാം. നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിസ്റ്റിൻ്റെ പേര് എന്താണോ അത് അതേപോലെ എഴുതി വെക്കുക. സോ മൈനം ഡോട്ട് ക്ലിയർ ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എൻറ്റയർ വാല്യൂ ആ ലിസ്റ്റിനകത്തുള്ള എൻറ്റയർ വാല്യൂ റിമൂവ് ആയി പോകും. സോ നമുക്ക് അതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ ബാക്കിയുള്ള എല്ലാ സിസ്റ്റം ഡോട്ട് ഡീബഗ് ഫംഗ്ഷനും ഞാൻ കമൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ലെറ്റ് ഇറ്റ് എക്സിക്യൂട്ട്. ഇപ്പോൾ കാണില്ല എം ടി ലിസ്റ്റ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ചിൻ്റെ കാര്യം മറക്കണ്ട. നിങ്ങൾക്ക് സെയിൽഫോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, എക്സ്പെഷ്യലി സെയിൽഫോഴ്സ് ഡെവലപ്മെൻറ്റ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ മാസം 15ന് സ്റ്റാർട്ട് ചെയ്യുന്ന സെയിൽഫോഴ്സ് ഡെവലപ്മെൻറ്റ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പ്രയർ എക്സ്പീരിയൻസോ നോളജോ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.